നമസ്കാരം, ഡ്രീംസ് ട്രാവലറാണേ. നമ്മളിവിടെ ഗുരുനാഥമണ്ണ അതിൻ്റെ ടോപ്പിൽ ഒരു അടിപൊളി പ്ലേസിനാണ് ഗുരുനാഥമണ്ണ കുന്നം മേൽത്തട്ടിലാണ്. അവിടെ ഒരു അടിപൊളി പ്ലേസിലാണ് വന്നിരിക്കുന്നത്. നമ്മുടെ വുഡ്ലാൻഡ് റിസോർട്ടിലാണ് നിൽക്കുന്നത്. വുഡ്ലാൻഡ് റിസോർട്ടിൻ്റെ ഓണർ കനപ്പഞ്ചേട്ടൻ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം നമുക്ക് ഡീറ്റെയിൽഡായിട്ട് കനപ്പഞ്ചേട്ടനോട് തന്നെ ചോദിച്ചറിയാം. നമ്മൾ ഗവിയിലൊക്കെ പോകുന്നവർ, ഗവിയിൽ വണ്ടിപ്പെരിയാർ തേക്കടിയൊക്കെ പോകുന്നവർ വന്ന് സ്റ്റേ ചെയ്യുന്ന ഒരു ഡെസ്റ്റിനേഷനാണ്. ഒരു വൺ ഡേ നമുക്ക് അടിച്ചു പൊളിക്കാൻ പറ്റിയ, എല്ലാവർക്കും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പ്ലേസാണിത്. സീതത്തോട്ടിൽ നിന്നും 6 കിലോമീറ്റർ ദൂരെയാണ് പ്രകൃതിയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ഒരു പ്രൈവറ്റ് റിസോർട്ട്. പത്തനംതിട്ടയിൽ നിന്ന് നമ്മൾ വരുമ്പോൾ പത്തനംതിട്ട, വടശ്ശേരിക്കര, ചിറ്റാറ്, സീതത്തോട് വഴി ഗുരുനാഥമണ്ണിലേക്ക് നമുക്ക് എത്തിച്ചേരാം. നമ്മുടെ ഗുരുനാഥമണ്ണ് വരെയുള്ള റോഡ് നമ്മുടെ MLA ജനീഷ് കുമാർ അടിപൊളിയായിട്ട് BMPC നിലവാരത്തിൽ പുതുക്കി പണിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വരെ നമുക്ക് പെട്ടെന്ന് എത്താനായിട്ട് സാധിക്കും. അത് കഴിഞ്ഞിട്ട് അവസാനത്തെ ഒരു 1 കിലോമീറ്റർ റോഡ് ഓഫ് റോഡാണ്. അവിടെ നമുക്ക് ജീപ്പിലേക്ക് മാത്രമേ അവിടെ നമ്മുടെ റിസോർട്ടിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കത്തുള്ളൂ. രണ്ടര ഏക്കറിലാണ് നമ്മുടെ ഈ വുഡ്ലാൻഡ് റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. പ്രകൃതിയുടെ പച്ചപ്പും ആ ശാന്തതയും ഒക്കെ ഒരുപോലെ ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള ഒരു സ്വപ്ന ലോകമാണ് നമ്മുടെ ഈ വുഡ്ലാൻഡ് റിസോർട്ട്. സന്ധ്യാസമയത്തൊക്കെ ഇവിടെ നമ്മുടെ വാഗമണ്ണ് പോലെയുള്ള ഒരു മഞ്ഞും തണുപ്പും ഒക്കെയുള്ള ഒരു മനോഹരമായ കാലാവസ്ഥയാണ് ഇവിടെ. നല്ല തണുത്ത കാറ്റും ഒക്കെ ആയിട്ട് നല്ലൊരു ആംബിയൻസ് ആണ് നമുക്കിവിടെ. നമ്മുടെ വുഡ്ലാൻഡ് റിസോർട്ടിൻ്റെ ഓണർ കനകപ്പഞ്ചേട്ടൻ പത്തനംതിട്ട ജില്ലയിലെ തന്നെ ഒരു ലീഡിങ് കോൺട്രാക്ടറാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റിസോർട്ടിൻ്റെ റൂം, ഇൻറ്റീരിയർ, ലൈറ്റിങ്, ഡെക്കറേഷന്, ബാക്കിയെല്ലാം പ്രീമിയം ലെവൽ സെറ്റപ്പിലാണ് ഒരുക്കിയിരിക്കുന്നത്. ഫാമിലിക്കോ കൂട്ടുകാർക്കോ അല്ലെങ്കിൽ കപ്പിൾസിനോ എല്ലാവർക്കും പറ്റിയ ഒരു ആംബിയൻസ് ആണ് നമുക്കിവിടെ ഒരുക്കിയിരിക്കുന്നത്. പുള്ളി അതിൻ്റെ ഓരോ കാര്യത്തിലും വളരെ ശ്രദ്ധിച്ച് പുള്ളിയുടെ തന്നെ ആ ഡിസൈനിലാണ് ഇതെല്ലാം സ്ട്രക്ചർ വർക്ക് ചെയ്ത് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ തന്നെ ഒരു ഫിനിഷിങ്ങും ഒരു പ്രീമിയം ആ ഒരു ഫീലിംഗും നമുക്ക് ഇവിടെ എവിടെ നോക്കിയാലും കാണാനായിട്ട് സാധിക്കും. ഈ റിസോർട്ടിൽ നമുക്ക് ബാർബിക്യൂ ഫെസിലിറ്റി, കിച്ചണ്, ഗ്യാസ്, ഫ്രിഡ്ജ്, അങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റീസും അവൈലബിൾ ആണ്. നമുക്ക് വേണമെങ്കിൽ നമുക്കിഷ്ടമുള്ള രീതിയിൽ പാചകം ചെയ്യാം, അർമാദിക്കാം, ആസ്വദിക്കാം. അതല്ല എങ്കിൽ ഇവിടെ കുക്കിന് അവൈലബിൾ ആണ്. നമുക്ക് മെനു കൊടുത്താൽ അതനുസരിച്ചുള്ള ഫുഡും കാര്യങ്ങളും എല്ലാം അവർ നമുക്ക് പ്രിപ്പയർ ചെയ്ത് തരും. അതുമല്ലെങ്കിൽ നമുക്ക് വെയിലൊഴിഞ്ഞ വൈകുന്നേരങ്ങളിൽ ഇവിടെ നിന്ന് പർവ്വതങ്ങളുടെ അപ്പുറത്ത് ശബരിമലയുടെ ദർശനം കിട്ടും. ഇതിൻ്റെ അപ്പുറത്തെ മലയാണ് നമുക്ക് ശബരിമല ആണെന്നാണ് പറയുന്നത്. ഇവിടുത്തെ റൂംസ് എല്ലാം ഒരു പ്രീമിയം ലെവലിലാണ് ഒരുക്കിയിരിക്കുന്നത്. ഇതിൻ്റെ ആർട്ട് വർക്കെല്ലാം കൈകൊണ്ടൊക്കെ ചെയ്ത് അതുപോലെ ഫിനിഷിങ്ങിലാണ് ഓരോ കാര്യങ്ങളും പുള്ളി ചെയ്തിരിക്കുന്നത്. പ്രകൃതിയുടെ ആ ഒരു സൗന്ദര്യവും നമ്മുടെ പ്രൈവസിയും അതൊക്കെ ഒന്നിച്ചു ചേരുമ്പോഴുള്ള ഒരു സൗന്ദര്യം ഉണ്ടല്ലോ, അതാണ് നമുക്കിവിടെ ആസ്വദിക്കാനായിട്ട് കഴിയുക. ഇവിടെ നമ്മളെ ആരും ഡിസ്റ്റർബ് ചെയ്യാനായിട്ട് വരികയില്ല. നമുക്ക് എൻജോയ് ചെയ്യാം, ആസ്വദിക്കാം, അന്വേഷിക്കാം. പ്രകൃതിയോടൊപ്പം ചിലവഴിക്കുന്ന ഒരു അത്ഭുതകരമായിട്ട് അനുഭവമാണ് നമുക്കിവിടെ. ഇവിടുത്തെ ബാത്റൂംസ് എല്ലാം നമുക്ക് കാണാം. വളരെ പ്രീമിയം ലെവലിലാണ് എല്ലാം ഓരോ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത്. ഇവിടെ DJക്കുള്ള സെറ്റപ്പ് കാര്യങ്ങൾ, ഫയർ ഡാൻസ്, കിച്ചണ്, സ്റ്റോറ്, അങ്ങനെ നമുക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും ഇവിടെ ഓരോന്ന് വളരെ സ്പെസിഫിക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട്. 2.5 ഏക്കറിൽ നിറഞ്ഞു കിടക്കുന്ന ഈ ഒരു റിസോർട്ടിൽ മെയിനായിട്ട് ഫലവൃക്ഷങ്ങളാണ്. റംബുട്ടാന്, മാവ്, പേര, ഡ്രാഗൺ ഫ്രൂട്ട്, അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള കുറേ ഫലവൃക്ഷങ്ങൾ ഇതിനകത്ത് ഇങ്ങനെ നിറഞ്ഞു നിൽപ്പുണ്ട്. നമുക്ക് ഇതിനകത്ത് തന്നെ വുഡ്ലാൻഡ് റിസോർട്ടിൻ്റെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഒരു അത്ഭുതകരമായ ട്രീ ഹൗസാണ്. അത് 2 വലിയ ആഞ്ഞിലി മരങ്ങൾ തമ്മിൽ ശാസ്ത്രീയമായ എഞ്ചിനീയറിംഗ് കഴിവുകൾ, ഞാൻ നേരത്തെ പറഞ്ഞു ഇത് കനപ്പച്ചേട്ടൻ്റെ മാത്രം ഡിസൈനാണ്. അതിൻ്റെ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് എല്ലാം പുള്ളി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ആ എഞ്ചിനീയറിംഗ് ഒക്കെ കണ്ടാൽ നമ്മൾ ശരിക്കും അത്ഭുതപ്പെട്ടു പോകും. അതുപോലെയാണ് ആ ഒരു കെട്ടിടം സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. ഈ ട്രീ ഹൗസിൻ്റെ മുകളിൽ നിൽക്കുമ്പോൾ നമുക്കിങ്ങനെ ആകാശവും ഭൂമിയും ഒക്കെ ഒന്നിച്ച് ചേർന്ന ഒരു അപൂർവ നിമിഷങ്ങളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. പർവ്വതങ്ങളെയും ഈ മേഘങ്ങളെയൊക്കെ അടുത്ത് കാണുന്ന ഒരു ഫീലിംഗ് ആണ് ഇത്. നമുക്ക് ഈ കാണുന്നത് 2 ആഞ്ഞിലി മരങ്ങളാണ് ഇതിൻ്റെ ഇടയ്ക്ക് ഈ കാണുന്നത്. അതിനിടയ്ക്കാണ് റൂം ചെയ്തിരിക്കുന്നത്. അതാണ് അതിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റും അതിൻ്റെ അട്രാക്ഷൻ. നമ്മളിപ്പോൾ ഇവിടെ ആ ട്രീ ഹൗസ്, ഞാനൊരു 80 അടി ഹൈറ്റുള്ള ട്രീ ഹൗസിൻ്റെ കാര്യം പറഞ്ഞു. ആ ട്രീ ഹൗസിൻ്റെ മിഡിൽ പോർഷനിലാണ് നമ്മളിരിക്കുന്നത്. ആ ഡൈനിങ് ഏരിയയിലാണ് നമ്മളിരിക്കുന്നത്. നമുക്ക് ഇതിപ്പോൾ എത്ര വർഷമായി നമുക്ക് ഈ ഒരു റിസോർട്ട് ഇവിടെ തുടങ്ങി? വന്നിട്ട് ഒരു വർഷം കഴിഞ്ഞ്. ഒരു വർഷം കഴിഞ്ഞു. ഒരു വർഷം കഴിഞ്ഞ്.
ടൂറിസ്റ്റുകൾ നന്നായിട്ട് വരുന്നുണ്ട്, എൻജോയ് വരുന്നുണ്ട് ചെയ്യുന്നു. വരുന്നുണ്ട് ഞാൻ പൂള് പണിതില്ല. പൂളിന്റെ വർക്ക് നടക്കുന്നുണ്ട്. പൂളിൻ്റെ പണി മണ്ണെടുത്തപ്പോൾ ഉറവാകും വെള്ളം, ആ അതുകൊണ്ട് ചെയ്തില്ല. ഈ വർഷം ഫുള്ള് മഴയായുണ്ട്. പൂളായി എല്ലാവരും ആവശ്യപ്പെടുന്നു. ആ എന്നാലും 5-6 പേർക്ക് നിന്ന് കുളിക്കേണ്ട ഷവർ വരെ വെച്ചിട്ടുണ്ട്. ഷവർ ബാത്ത് വരെ arrange ഉണ്ട് ഉണ്ട് ചെയ്തിട്ടുണ്ട്. ഉണ്ട് ആ നമുക്കത് പേടിയാ തന്നെ എല്ലാ സൗകര്യവും ഉണ്ട്. ഇത്രയും ഏരിയ ഉണ്ട്. 2.5 ഏക്കറിലാണ് ആ, ഇതിരിക്കുന്നത്. കുറെ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടല്ലേ? ഉണ്ട് ഫ്രൂട്ട്സ് ഉണ്ട് ഉണ്ട് ഐറ്റം, ഫ്രൂട്ട്സ് ഐറ്റം മൊത്തം റംബുട്ടാന്, വെച്ചിട്ടുണ്ട്. റംബുട്ടാന്, ഡ്രാഗൺ ഫ്രൂട്ട്, അങ്ങനെ പേര, ഉം. മാംഗോസ്റ്റിന്, അങ്ങനെ കുറെ ഫ്രൂട്ട്സ് ഐറ്റംസ് ഇവിടെ ഫുള്ള് വെച്ച് പിടിപ്പിച്ചേക്കുകയാണ്. വെച്ചേക്കും. അപ്പം നല്ല അതിന്റെ ഈ ഒരു 2.5 ഏക്കറിന്റെ നടുവിലാണ് ഈ ഒരു റിസോർട്ട്. ഒരു 10-20-25 പേർക്ക് ഈസി ആയിട്ട് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസ് അല്ലേ? പ്ലേസ്. പിന്നെ ഇതിൽ എല്ലാ ഫെസിലിറ്റീസും കൂടി നമുക്ക്. പ്രത്യേകിച്ച് എന്താന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ള പോകും പോലെ അല്ല. മറ്റേ ചെറിയ ഒരു ഇതായിരിക്കും, ഏരിയ കാണത്തില്ല. അതെ. ഇത് ഇറങ്ങി നടക്കാനും എടുക്കാനും പിള്ളേർക്കായാലും വരാനും ഇരിക്കാനും, അതുപോലെ നൈറ്റ് വന്നാലും 10-12-1 മണി വെളുക്കോളം ഇവിടെ കിടന്ന് പാടം എന്ത് ചെയ്താലും മൈക്ക് സെറ്റ് എല്ലാം ഉണ്ട്. പാടേണ്ട സംവിധാനങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ആ ഒരു സംവിധാനത്തിൽ രാത്രിയായാലും വന്ന് അടിച്ചു പിടിക്കാം, പിള്ളേർക്കായാലും മറ്റുള്ളവർക്കായാലും അതിൻ്റെ സൗകര്യത്തിന് വേണ്ടി. നമ്മൾ എല്ലാം സോളാർ 4 സൈഡും ഇട്ട് കയറ്റും വെച്ച് സോളാർ അല്ല. ഫുള്ള് ഫെൻസിങ് ഉണ്ട് എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട്. ആരും ഇങ്ങോട്ട് വരവോ എടുക്കോ ഒരു ഇതല്ല. അപ്പം അതുകൊണ്ട് ഒരു നല്ലൊരു സ്വാതന്ത്ര്യമാണ് എല്ലാവർക്കും. നമുക്ക് ഗ്രിൽഡ് ചിക്കൻ ചെയ്യാനുള്ള സംവിധാനം എല്ലാം ഉണ്ട്. എല്ലാം കരിയുണ്ട്, മറ്റുള്ളതുണ്ട്. പാചകം ചെയ്യേണ്ട പാത്രങ്ങളായിട്ടാ, ഗ്യാസ്, വിറക്, നമുക്ക് എല്ലാം വേണ്ട ആയിട്ടാ. ഗ്രിൽഡ് ചിക്കനും DJ ഒക്കെ എല്ലാവരും പ്രിഫർ ചെയ്യുന്നത് നൈറ്റ് ലൈഫ്. അതിനുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ സംവിധാനങ്ങളുണ്ട്. അരകല്ല് വരെ ഉണ്ട് അരയ്ക്കാണ്. പിന്നെ ഫ്രിഡ്ജ്, മറ്റുള്ള സാധനങ്ങൾ, മിക്സി, എല്ലാ ഐറ്റങ്ങളും നമ്മൾ ഉണ്ട്. തുടങ്ങാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ മല പ്രദേശങ്ങളല്ലയോ. അപ്പം സേത്തോട് പഞ്ചായത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഒതുങ്ങിയിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ വനവും ശബരിമലയും കാട് അങ്ങനത്തെ പ്രദേശം. അപ്പം ടൂറിസ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ ആരും വരുന്നില്ല, എടുക്കുന്നില്ല. ശബരിമലയ്ക്ക് പോകുന്നവർ ഇങ്ങനെ പോകുന്നെന്നുള്ളത് ചിന്തിച്ചിട്ടില്ല. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയം ഞാൻ തന്നെ ഇവിടെ ഒരു ആവശ്യമായിട്ട് അപ്പുറത്ത് വന്നപ്പോൾ കുളവും മീനും മറ്റുള്ള സാധനങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അത് എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടപ്പോഴാണ് ഒരാൾ പറഞ്ഞ് ഇന്ന പോലെ സ്ഥലം കൊടുക്കാറുണ്ട്, അത് തോടും എല്ലാം ഉണ്ടല്ലോ. അപ്പോൾ എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു 4 പേരുടെ വീതം 2 പേരുടെ വീതം വാങ്ങിച്ചപ്പോൾ അവരും തരാമെന്ന് പറഞ്ഞു. തന്നപ്പോൾ ഇനി കൃഷിയാണ് ഏറ്റവും പ്രധാനമായിരുന്നു. 1000 മൂട് വാഴ വരെ വെച്ചതാണ്. കർഷക അവാർഡ്, മികച്ച കർഷകനുള്ള അവാർഡും കിട്ടി. അന്നേരം എനിക്കൊരു റിസോർട്ട് ഇവിടെ പണിയണമെന്നുള്ള താല്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ താഴെ അതും പണിതിട്ട്, അത് കഴിഞ്ഞ് ഇത് മരത്തിൻ്റെ മണ്ടയിൽ 2 താഴത്തെ ചെയ്തിട്ട് ഇത് രണ്ടും കൂടെ അങ്ങ് ചെയ്തിട്ട് പിന്നെ അതെന്തുവാ ഇവിടുത്തെ ആൾക്കാർ തന്നെ, ഗുരുതാമണി തന്നെ ഒരു പേരാകട്ടെ, സേത്തോട് പഞ്ചായത്ത് തന്നെ ഒരു പേരാകട്ടെ എന്ന് പറഞ്ഞ്. അപ്പം അങ്ങനെ വന്നപ്പോൾ ഇത് ആൾക്കാരെല്ലാം ഇത് അറിഞ്ഞ് വരാൻ തുടങ്ങി. പിന്നെ വരുന്നവർക്കെല്ലാം ഇഷ്ടപ്പെടുന്നുണ്ട്, എല്ലാത്തിനും ഇഷ്ടപ്പെടുന്നുണ്ട്. ഇവിടെ വരുന്നുണ്ട് കോട്ടയത്ത്, എറണാകുളം, അവിടെ നിന്നെല്ലാം വരുന്നുണ്ട്. ഇനി നാളെ ആളുണ്ട്. പിന്നെ വരുന്ന ഫാമിലിക്ക് ഭക്ഷണം വയ്ക്കാൻ എല്ലാ സൗകര്യവും ഇവിടെ ഉണ്ട്. എല്ലാം ഗ്രില്ല് ചെയ്യാനും കരിയും വിറകും മറ്റുള്ള എല്ലാ സാധനവും ഉണ്ട്. ചിലവർ ഉച്ചയ്ക്ക് വരും, ചിലപ്പോൾ വൈകിട്ട് വരും. വന്ന് അഴിച്ച് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം 10 മണി 11 മണി കെബിക്ക് പോകുന്നവരും വരുമ്പോൾ അവർക്ക് കെബിക്ക് പോകുന്നവർക്ക് ഇവിടെ വന്ന് താമസിച്ചിട്ട് സ്റ്റേ ചെയ്ത് ഭക്ഷണം കഴിച്ചിട്ട് രാവിലെ തന്നെ കുളിച്ച് ഒരുങ്ങി അങ്ങ് പോകും. പിന്നെ മേളിൽ 2 ബെഡ്റൂം ഡബിൾ കട്ടിൽ വീതമായിട്ടേക്കുന്നത്. പിന്നെ അവിടെ ഉണ്ടല്ല ഇത് ഹാളുണ്ട്. പിന്നെ അതും 2 ബെഡ്റൂം, അതിന് 2 അറ്റാച്ച് ബാത്റൂമുണ്ട്. ഇതിന് ഈ ബാത്റൂമുണ്ട്. അഡീഷണൽ 2 ബാത്റൂം ചെയ്തിട്ടേക്കുക ഇറങ്ങി നിന്ന് ഇതൊക്കെ ആക്കാനായിട്ട്. പിന്നെ 5-6 പേർക്ക് ഒരുമിച്ച് ഒന്ന് കുളിക്കാം. ഷവറുണ്ട് ഇവിടെ, റൗണ്ട് ഷവർ. ഇത് അവിടെ ഉണ്ട്. അത് പോകുമ്പോൾ കാണിച്ചു. അത് കിച്ചൻ ഇപ്പം പൊതുവെ എല്ലാവർക്കും അവിടെ ചെയ്യാം. അതിൽ ഒറ്റ ഇതാകുമ്പോഴേ എല്ലാവർക്കും ബുദ്ധിമുട്ടില്ല. പിന്നെ ഇവിടെ ഗ്യാസ്, മറ്റുള്ള ഇത് വിറക് എല്ലാം ഇവിടെയൊക്കെ ഇരുന്ന് എന്ത് വേണമെങ്കിലും അരിയാനും പറക്കാനും എന്ത് വേണമെങ്കിലും ചെയ്യും. മേളിൽ നിന്ന് ശബരിമലയുടെ ഒരു ഭാഗം കാണാം, ഏറ്റവും മേളിൽ കയറുമ്പോൾ. പിന്നെ താഴത്തവർക്ക് അവിടെയും ഇരുന്ന് ഭക്ഷണം കഴിക്കാം. ഭക്ഷണം വെച്ച് അവിടെയും കൂടാം. ലേഡിയൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ഇരുത്തിയിട്ട് അവർക്ക് അവിടെ ഇരിക്കാൻ, ലേഡീസിനൊക്കെ മറ്റുള്ളവർ അവിടെ ഇരുന്ന് എന്തെങ്കിലും കമ്പനികളാണെങ്കിലും എടുക്കണമെങ്കിൽ അത് ചെയ്യാം. പിന്നെ മുകളിലുള്ളവർക്ക് ഡൈനിങ് ഇത് 2 മരം നിന്ന് ഇല്ല ആ മരത്തിലാണ് നമ്മൾ മൊത്തം ഇത് പിടിപ്പിച്ചത്. നമുക്ക് അപ്പം ഇത്
പൂളിന് വേണ്ടിയിട്ടേക്കുന്നത്. മണ്ണെടുത്തപ്പോഴേ ഉറവയും വെള്ളം വെള്ളം അതുകൊണ്ട് പൂള് പണിയാത്ത. പിന്നെ ഇതെല്ലാം തടിയാ മൊത്തം. അടി ഷീറ്റ് കൊടുത്തേച്ച് തടി കൊടുത്തേക്കുക. ഇതെല്ലാം നമ്മൾ വരച്ചത്, കൈ കൊണ്ട് വരച്ചത്. ഇത് ആ മരത്തിൻ്റെ മണ്ട, ആ മരത്തിൻ്റെ ടോപ്പ് ഉണങ്ങിയപ്പോൾ ഞാൻ മുറിച്ച് കളഞ്ഞിട്ട് പിന്നെ ഇരിക്കാൻ സമയം കളയാനും എടുക്കാനും. പിന്നെ ഇതും അതുപോലെ തന്നെ തടിയാണ് കൊടുത്തേക്കുന്നത് തേടിൻ്റെ ഉണ്ട്. ഇപ്പോഴേ തണുത്ത കാറ്റുണ്ട്. ഒരു 6 മണിയാകുമ്പോൾ നല്ല തണുത്ത കാറ്റ്. എ സിയുടെ ആവശ്യമില്ല. ഇത് ഇങ്ങനെ ഇതെല്ലാം ഷീറ്റായണ്ട ഇത് ഇട്ടേക്കുന്നത്. ഇവിടെ ബാത്റൂം ഇരിക്കുന്നത്. ഇവിടെ ഗ്ലാസ്സൊക്കെ ഇട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് മല വഴിയെല്ലാം കാണുകയും ചെയ്യാം. ഒരു 6-7 മണിയാകുമ്പോൾ മഞ്ഞ് ഒന്ന് മൂടും. മഞ്ഞ് കയറും. നമുക്ക് അവിടെ നല്ല ഈ ലൈറ്റ് വെട്ടമേ കാണാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഒന്നും കാണാൻ പറ്റത്തില്ല. അതുപോലെ മഞ്ഞ് കയറി നല്ല ഇതാട്ടും. എല്ലാം തടിയുടെ, എല്ലാം തേക്കിൻ്റെ. ഇതെല്ലാം പണിത്, ഇതെല്ലാം നമ്മൾ സ്വന്തമായിട്ട് തേക്കിൻ്റെ പണിത് എല്ലാം കട്ടിലെല്ലാം അത് തന്നെ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുന്നു. ബാക്കി വിശേഷങ്ങളൊക്കെ നിങ്ങൾ നേരിട്ട് വന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുക. പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്കും യാത്രയെ ആസ്വദിക്കുന്നവർക്കും കൂട്ടായും വ്യത്യസ്തമായ അനുഭവങ്ങളും തേടുന്നവർക്കുള്ള ഒരു സ്വർഗം തന്നെയാണിത്. ദൈനംദിന ജീവിതത്തിലെ നമ്മുടെ ടെൻഷൻ എന്നൊക്കെ കുറച്ച് സമയം മാറി പ്രകൃതിയോടൊപ്പം ചിലവഴിക്കാനുള്ള ഒരു അസുലഭ മുഹൂർത്തം. നമ്മുടെ ഈ റിസോർട്ടിനടുത്തായിട്ട് തന്നെ ഞാനത് നേരത്തെ പറയാൻ വിട്ടുപോയതാണ്, ചരിത്രപ്രധാനമുള്ള ആലുവാങ്കുടി ശിവ മഹാദേവ ക്ഷേത്രം ഇതിന് തൊട്ടടുത്താണ്. അപ്പോൾ ഇവിടെ വരുന്നവർക്ക് അതും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് പോകാനായിട്ട് ഉള്ള ഒരവസരമുണ്ട്. സമയമുള്ളവർ അതുകൂടെ കണ്ടതിന് ശേഷം മാത്രം പോവുക. കാരണം വളരെ ചരിത്രപ്രധാനമുള്ള നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഒരു ക്ഷേത്രവും അതിൻ്റെ സറൗണ്ടിങ്സും എല്ലാം അത് നമുക്ക് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഈ റിസോർട്ടിലേക്കുള്ള ടൂർ അറേഞ്ച്മെൻറ്റ്, ജീപ്പ് സഫാരി, ഫുഡ്, ബാക്കി എല്ലാ സംവിധാനങ്ങളും നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ്. താഴെ ഡിസ്ക്രിപ്ഷനിലെ നമ്പർ ഡീറ്റെയിൽസൊക്കെ കൊടുത്തേക്കാം, അതിൽ ബന്ധപ്പെടുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.